ചാനൽ. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. എൻ്റെ പപ്പയും മമ്മിയും UK വന്നിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ഔട്ടിങ്ങാണ് ലണ്ടനിലേക്ക്. കാര്യം ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലത്തൊക്കെ പോയെങ്കിലും ഒരു ഫുൾ ഡേ ഔട്ടിങ് ഇന്ന് ആദ്യമായിട്ടാണ്. പപ്പയുടെ മമ്മിയുടെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കുഞ്ഞ് ഒലിവ് ബേബിയുടെയും. ട്യൂബിൽ യാത്ര ചെയ്തപ്പോൾ മമ്മിയും പപ്പയും ഭയങ്കര സർപ്രൈസ്ഡായി. ഇത്രയും സ്പീഡിൽ നമുക്ക് എത്താൻ പറ്റുമോ, ഇത്രയും സ്പീഡിൽ ഇത് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവർക്ക് ഭയങ്കര അത്ഭുതവും എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ബ്രിട്ടീഷ് മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മമ്മിയുടെയും പപ്പയുടെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ബ്രിട്ടീഷ് മ്യൂസിയം കാണും, അതോടൊപ്പം തന്നെ ലണ്ടനിലെ കുറേ സ്പോട്ട്സും കാണണം. അവർക്കൊരു ബക്കറ്റ് ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബ്രിട്ടീഷ് മ്യൂസിയമാണ്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനകത്തോട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്, ഒരുപാട് കാര്യങ്ങൾ കാണാനും ഉണ്ട്, ഒത്തിരി ആൾക്കാരും ഉണ്ട്, എല്ലാവരും നടന്ന് കാണുന്നു. അപ്പോൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് ഓൾറെഡി ഒരു മാപ്പുണ്ട്. നമ്മൾ ആ മാപ്പ് നോക്കിയിട്ടാണ് ഓരോ സ്ഥലങ്ങളും നോക്കി നോക്കി കാണുന്നത്. അപ്പോൾ നമ്മൾ മാപ്പെല്ലാം നോക്കി നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് 1 by 1 ആയിട്ട് നമ്മൾ നടന്ന് കാണുകയാണ്. പപ്പയാണെങ്കിൽ അത്യാവശ്യം ഭയങ്കര ഹിസ്റ്ററി എന്തൂസിയാസ്റ്റാണ്. അപ്പോൾ പപ്പയ്ക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പപ്പ വായിച്ച് നോക്കുന്നുണ്ട്, എല്ലാം എന്താണെന്ന് നോക്കുന്നുണ്ട്, മമ്മിയും നോക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. എനിക്കതെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. എനിക്ക് വൺ ഓഫ് ദ ഒരു ഹാപ്പിയസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണെന്ന് പറയാം. കാരണം പണ്ട് അവരെന്നെ പഠിപ്പിച്ച് തന്ന അല്ലെങ്കിൽ ഇങ്ങനെ ലണ്ടനും UK എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ഫൈനലി അവരെ കൊണ്ടുവരാൻ പറ്റിയല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വളരെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റാണ്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ മാപ്പെല്ലാം നോക്കി അവിടെ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ റോമൻ സ്കൾപ്ചേഴ്സ് മുതൽ നമ്മുടെ ഗ്രീസ്, ഏതൻസ്, അവിടുത്തെ എല്ലാം ഒരുപാട് ട്രഷേഴ്സ്, ആഫ്രിക്കയിലെ ഒരുപാട് ട്രഷേഴ്സ്, ഈജിപ്ഷ്യൻ മമ്മീസ്, നമ്മുടെ ഇന്ത്യയിലെ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്. അതിൻ്റെ ഒരു വലിയ ബിഗ് സെലിബ്രേഷനാണ് ബ്രിട്ടീഷ് മ്യൂസിയം. ഞാനിവിടെ UK വന്നിട്ട് 5 years ആയെങ്കിലും ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തൊരു സ്പോട്ടുമായിരുന്നു. അപ്പോൾ എനിക്കും ഇതൊരു ഫസ്റ്റ് ടൈം വിസിറ്റായിരുന്നു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ ബ്രേക്ക് എല്ലാം എടുത്ത് ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്, ഫുഡെല്ലാം കഴിച്ചു. നമ്മളങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ, മോർ ദാൻ എ ഹാഫ് ഡേ നമ്മൾ മുഴുവൻ ചുറ്റിക്കറങ്ങി നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഞാനിതൊരു വ്ളോഗായി ഒന്നും പ്ലാൻ ചെയ്തതൊന്നുമല്ല. ഞാൻ മമ്മിയും പപ്പേനെ ആദ്യം കൊണ്ടുവരുന്നതുകൊണ്ട് കുറേ വിഷ്വൽസ് എടുക്കണം, അവരിതെല്ലാം നടന്ന് കാണുന്ന കുറേ മെമ്മറീസ്, കുറേ വീഡിയോസ് എല്ലാം എടുത്ത് സൂക്ഷിക്കണം എന്ന് മാത്രമേ കരുതിയുള്ളൂ. അപ്പോൾ കുറേ വിഷ്വൽസും ക്ലിപ്സ് എല്ലാം നോക്കിയപ്പോൾ എനിക്കതെല്ലാം കൂടി ഒരുമിച്ച് ഒരു വ്ളോഗാക്കി ഇടണം എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. നമ്മൾ ഏകദേശം ഒരു 7-7:30 വരെ ഇവിടെ സ്പെൻഡ് ചെയ്തു. മമ്മിയും പപ്പയൊക്കെ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ മൂവീസിൽ മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വായിച്ച് കേട്ടറിഞ്ഞ ഒരു സംഭവമാണ് ബ്രിട്ടീഷ് മ്യൂസിയം. അത് അവർക്ക് നേരിട്ട് കാണാൻ പറ്റി. കാര്യം ഞാനിവിടെ വന്നിട്ട് 5 years ആയെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അതെൻ്റെ പാരൻസിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ പിന്നെ അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.